താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ. അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത പ്രസിഡന്റായി മാറുന്നത്. അമ്മ സംഘടനയുടെ പ്രസിഡന്റായി ശ്വേത ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു, അഥവാ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായ തെരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ വിജയം നേടിയത്. കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ട്രഷററായി ഉണ്ണി ശിവപാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചത്. ശ്വേതാ മേനോൻ ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ അതിജീവിച്ച നടിയാണ് ശ്വേതാ മേനോൻ. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണത്തിന് അർഹയാണ് ശ്വേതാ മേനോൻ. മലപ്പുറം വളാഞ്ചേരിയിൽ ജനിച്ച ശ്വേതാ മേനോൻ അനശ്വരം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. മമ്മൂട്ടി ജോമോൻ ചിത്രമായ അനശ്വരത്തിൽ മമ്മൂട്ടിയുടെ നായികയായിരുന്നു ശ്വേതാ മേനോൻ. ചിത്രം പരാജയപ്പെട്ടത് ശ്വേതാ മേനോന് തിരിച്ചടിയായി. പിന്നീട് ജോർജ് കിത്തുവിൻ്റെ നക്ഷത്ര കൂടാരത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായി, പക്ഷേ ആ ചിത്രവും പരാജയപ്പെട്ടു. പിന്നീട് ശ്വേതാ മേനോൻ സൗന്ദര്യ മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2 ചിത്രങ്ങളിൽ പരാജയപ്പെട്ടതോടെ നിർഭാഗ്യ നായിക എന്നൊരു ലേബലും ശ്വേതാ മേനോന് വീണു. അവർ ബോളിവുഡിലേക്ക് പോയി സൗന്ദര്യ മത്സരത്തിൽ ശ്രദ്ധ നേടി. പിന്നീട് ശ്വേതാ മേനോൻ ഇന്ത്യയാകെ അറിയപ്പെടുന്നത് കാമസൂത്രയുടെ മോഡലായിട്ടാണ്. മമ്മൂട്ടിയുടെ നായികയായ ശ്വേതാ മേനോൻ കാമസൂത്രയുടെ മോഡലായി അല്പവസ്ത്രധാരിണിയായി നിന്നപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. പണ്ട് തങ്ങൾ കണ്ട നിഷ്കളങ്കയായ ശ്വേതയാണോ ഇത്? ഈ ചോദ്യം മലയാളികൾ പരസ്പരം ചോദിച്ചു. എന്തായാലും കാമസൂത്ര മോഡലായത് ശ്വേതാ മേനോന്റെ കരിയറിൽ വലിയ ഒരു തിരിച്ചുവരവിന് ആക്കം കൂട്ടി. ഇഷ്ക് എന്ന സിനിമ അവർക്ക് ലഭിച്ചു. ആ പടം ഹിറ്റായി മാറി. പിന്നീട് ബോബി ബോൺസ്ലെയുമായി വിവാഹം. ആ വിവാഹം അതിവേഗം വേർപിരിഞ്ഞു. ബോബി ബോൺസ്ലെയെ പറ്റി അവർ പറഞ്ഞത് അദ്ദേഹം വളരെ സാഡിസ്റ്റ് എന്നാണ്. തന്നെ സംശയത്തോടെ നോക്കിയിരുന്നു. സാഡിസ്റ്റായ അദ്ദേഹം തന്നെ നിരവധി തവണ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെയാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. ബോബിയുമായുള്ള വിവാഹം പരാജയപ്പെട്ട ശേഷം വീണ്ടും അവർ സിനിമയിലേക്ക് തിരിച്ചു വന്നു. കാക്കക്കുയിലിൽ ഒരു നൃത്തം ആടിക്കൊണ്ട് തിരിച്ചു വന്ന ശ്വേതാ മേനോൻ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അസാധ്യമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പിന്നീട് അങ്ങോട്ട് സാൾട്ട് ആൻഡ് പെപ്പർ അടക്കമുള്ള ചിത്രങ്ങൾ, തകർപ്പൻ പ്രകടനങ്ങൾ. ശ്വേതാ മേനോൻ മലയാളികളുടെ ഹരമായി മാറി. രതിനിർവേദം റീമേക്ക് ചെയ്തപ്പോൾ ജയഭാരതിയുടെ റോൾ അഭിനയിക്കാൻ ഒരൊറ്റ നടിക്കേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ ശ്വേതാ മേനോന്. അതാണ് ശ്വേതാ മേനോൻ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതാരുടെ മുഖത്ത് നോക്കിയായാലും. കൊല്ലത്ത് വെച്ച് നമ്മുടെ പീതാംബരക്കുറുപ്പ് MP സ്വപ്പം കുസൃതിയൊക്കെ കാണിച്ചപ്പോൾ ശ്വേതാ മേനോന്റെ പിൻഭാഗത്ത് തൊട്ടപ്പോൾ പ്രതികരിച്ചു ശ്വേതാ മേനോൻ. പീതാംബരക്കുറുപ്പിന്റെ രാഷ്ട്രീയ ഭാവിയും പോയി. ഇതാണ് ശ്വേതാ മേനോൻ. കിക്ക് ബോക്സിംഗിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് ശ്വേതാ മേനോൻ. പീതാംബരക്കുറുപ്പിനെ അടിച്ചിടാൻ ശ്വേതാ മേനോന് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവരുടെ മാന്യത, അവരതിനെ നിയമപരമായി നേരിട്ടു. തൻ്റെ പിൻഭാഗത്ത് പിടിച്ച പീതാംബരക്കുറുപ്പിനെ എതിർത്തു. ഇതൊക്കെ ശ്വേതാ മേനോന്റെ പ്രത്യേകതയാണ്. ഇനി അമ്മയെ നയിക്കുക ശ്വേതാ മേനോനാണ്. ഒരുപാട് വിവാദങ്ങൾ ശ്വേതാ മേനോനെ പറ്റി ഉണ്ടായി. അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി പല തറക്കളികളും ദേവൻ കളിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ദേവനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം. ദേവൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കണ്ടായിരുന്നു. ദേവൻ BJPയുടെ നേതാവല്ലേ ദേവ? അവിടെ വല്ലതും പോയി ഒരു സീറ്റൊക്കെ നേടി നിൽക്കണ്ടേ? ഈ അമ്മയിൽ മത്സരിച്ച് പെണ്ണുങ്ങളോട് തോറ്റു കളഞ്ഞല്ലോ എൻ്റെ ദേവ. പണ്ട് വെള്ളം വന്ന സിനിമ നിർമ്മിച്ച് പണമെല്ലാം വെള്ളത്തിലായതുപോലെ ഇപ്പോൾ അമ്മയിൽ മത്സരിച്ച് ഉള്ള ഇമേജ് കംപ്ലീറ്റ് കൊണ്ട് കളഞ്ഞിരിക്കുന്നു ദേവൻ. BJP നേതാവല്ലേ ദേവൻ? അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ സീറ്റൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കണ്ടേ? എന്തായാലും ശ്വേതാ മേനോന് പൊളിറ്റിക്സ് കേരളയുടെ അഭിനന്ദനങ്ങൾ.